വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PMN Techs. ഇപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തുവാണെന്നറിയാം. ടൈറ്റിൽ ഉണ്ടായിരിക്കും മൈ പൈസ്, എൻ്റെ പൈസിന് മലയാളം എനിക്കറിയത്തില്ല, സോറി. ഇപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചങ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട നെയ്മറും പ്രിയപ്പെട്ട റൊണാൾഡോയും നമ്മുടെ എല്ലാവരുടെയും മനസ്സിനുള്ളിൽ കയറിയിരുന്നു. അവരുടെ രണ്ടുപേരുടെയും പിറന്നാൾ ആഘോഷമായിരുന്നു ഫെബ്രുവരി 5-ാം തീയതി. അത് എനിക്കന്ന് വീഡിയോ ഇടാൻ പറ്റില്ല, കുറേ നാളായിട്ട് വീഡിയോ ഇടുന്നില്ലായിരുന്നു. അതിൻ്റെ കാരണം പിന്നെ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. അപ്പം അവർക്ക് ബർത്ത്ഡേ വിഷസ് ആശംസിക്കുന്നു. അവരിത് കാണുന്നുണ്ടോ? ഈ കളിച്ചാലിലേക്ക് ആര് കാണാനല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ശരി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫയലിൽ ആദ്യം വെച്ചേക്കുന്നത്. ഈ സാധനമാണ് എന്ന് വെച്ചാൽ ഇതെൻ്റെ എല്ലാം പോയി കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അപ്പോൾ അത് നമുക്ക് ആദ്യം തുടക്കം. ഇത് ഇംഗ്ലീഷിൻ്റെയാണ്, സോഷ്യൽ സയൻസിൻ്റെ ആണ്. കണ്ടോ സോഷ്യൽ സയൻസ് 6th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ വർഷത്തെയാണ് ആണപ്പോൾ കഴിഞ്ഞ വർഷത്തെ എൻ്റെ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ. അടുത്തത് മാത്സോ, എൻ്റെ ദൈവമേ, ഇതും 5ാം ക്ലാസ്സിലെയാണ്. നോക്കുക, കണ്ടോ 5ാം ക്ലാസ്സിലെയാണ് തീർച്ചയായിട്ടും അന്നത്തെ ദിവസം. എൻ്റെ ദൈവമേ, കണ്ടോ. അടുത്ത പേപ്പർ ഹിന്ദി. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും നമ്മൾ എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെയാണ്, ഈ വർഷം എഴുതിയിട്ടുണ്ടെന്ന് പറയാൻ ഞാൻ പാസ്സായി. ഫുൾ A+ ഒക്കെ ഉണ്ടായിരുന്നു. A+ അല്ല, A എന്ന് പറയാം. 10ാം ക്ലാസ് ഒന്നും അല്ലല്ലോ. അടുത്തത് ബേസിക് സയൻസ്. ഇതാണ് എനിക്ക് കലിപ്പുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ മാത്സും ബേസിക് സയൻസ്. ബേസിക് സയൻസിൻ്റെ പേപ്പറാണിത്. കാണുന്ന ബേസിക് സയൻസ് ആണ്. അടുത്തത് ഇതും ഹിന്ദിയാണ് ഗൈസ്. ഇത് മിഡ് ടേം എക്സാമിനേഷനിലെയാണ്. കണ്ടോ, ഇതും ഹിന്ദിയാണ്. ഞാൻ സൂക്ഷിച്ച് കൂട്ടി വെച്ചേക്കുവാണ്. കണ്ടോ, എൻ്റെ തോന്നില്ല, സോറി. ഇത് ഇംഗ്ലീഷ് സിമ്പിളായിരുന്നു. ഇംഗ്ലീഷാണ് ഏറ്റവും സിമ്പിൾ. ഇത് 5ാം ക്ലാസ്സിൽ തന്നെയാണ്. അടുത്തത് BS. ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങൾ മടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും കാണുക, ഞാൻ ചെയ്യുന്നതല്ലേ, ക്ഷമിച്ചുകൂടെ. ഇത് BSൻ്റെ ആയിരുന്നു. BSൻ്റെ ബാക്കി പേപ്പറായിരുന്നു. ഇത് ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇത് സിമ്പിളാണ്. ഇത് PT കണ്ടോ, ഇത് ഉസൈൻ ബോൾട്ടിനെയും PT ഉഷേൻ്റെ ഒക്കെ തമ്മിലാണ്. ഇതൊക്കെ വർക്ക് എക്സ്പീരിയൻസ്. ഇത് ആർട്ട് എഡ്യൂക്കേഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വെറുതെ ഒന്ന് പറയുന്നില്ല. വിച്ച് കളർ വിൽ ബി ഗെറ്റ് ബൈ മിക്സിങ് റെഡ് ആൻഡ് യെല്ലോ? അതൊക്കെ കളർ റെഡും യെല്ലോയും മിക്സ് ചെയ്യുമ്പോൾ ഏത് കളറാണ് ഇത് വരുന്നത്? ഓപ്ഷൻ A ബ്ലൂ, B വയലറ്റ്, C ഓറഞ്ച് ആൻഡ് D ഗ്രീൻ. ഓറഞ്ച് അല്ലേ വരുന്നത്? ഓറഞ്ച് ശരി ഉത്തരമായിരുന്നു. കണ്ടോ, ലാസ്റ്റ് പേപ്പർ മലയാളം. ഒറ്റ പേജ് ഉള്ളായിരുന്നു മലയാളം. ഭാഗ്യത്തിന് അടിസ്ഥാന പാഠവരി മലയാളം 1 ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഇത് നമുക്ക് പിന്നെ അടുക്കി വെക്കാം. അടുത്തത് ഫയൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. എൻ്റെ ബാക്കിയാണ്. ഇത് സംസ്ഥാന പാഠവരി ഇതായിരുന്നു. ഇത് സാംസ്കാരിക സമന്വയ വേദിയിൽ വെച്ച് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് 2050. സബ് ജൂനിയറിൽ എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് A ഗ്രേഡ്. ഒരു റിപ്പോർട്ട്. ഇത് ഞാൻ എൻ്റെ 4ാം ക്ലാസ്സിൽ വെച്ചുള്ള നാടകമാണ്. നാടകത്തിൻ്റെ ഫോട്ടോ ആണ്. ഇതൊക്കെ എൻ്റെ കിടക്കുന്ന 2 പേരുടെ കൂട്ടുകാരാണ്. അടുത്തത് ഇതിൽ 4ാം ക്ലാസ്സിൽ എൻ്റെ ഗ്രൂപ്പ് സോങ് ആയിരുന്നു. ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുകയാണെങ്കിൽ 2ാം നിൽക്കുന്നതാണ് ഞാൻ. ഇത് ഞാനാണ്. ഇത് ഞാൻ മാപ്പിളപ്പാട്ട് പാടുന്നതിൻ്റെയാണ്. മാപ്പിളപ്പാട്ട് പാടുന്നതിൻ്റെ പിക്കാണത്. ഇത് നാടൻ പാട്ടിൻ്റെയാണ്. നാടൻ പാട്ട് കഴിഞ്ഞ് ഫോട്ടോ എടുക്കുന്നില്ലേ ഞാൻ. ഇതാണ് ഞാൻ. 4ാം ക്ലാസ്സിൽ എൻ്റെ കോലം കൊണ്ട് 2 കോലം കൊണ്ട്. ഇത് ഞാൻ മാപ്പിളപ്പാട്ട് അല്ല സോറി ലൈറ്റ് മ്യൂസിക് പാടുകയാണ്. കണ്ടത് സ്വീറ്റ് ആണല്ലേ.
അടുത്തത് ഇതെൻ്റെ കൂട്ടുകാരൻ ബെഞ്ചമിൻ. ഇത് ഞാൻ കണ്ടോ, ഞാൻ എപ്പോഴും വാതുറന്നിരിക്കത്തില്ല കണ്ടോ, എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും കളിയാക്കും. സാരില്ലൊക്കെ. ഇത് ഞങ്ങളുടെ സ്കൂളിലെ ഞങ്ങൾ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞങ്ങളുടെ 1ാം ക്ലാസ്സിലെ 2ാം ക്ലാസ്സിലെ പിള്ളേരൊക്കെയാണ് ഇതും നാടൻ പാട്ടാണ്. ഫോട്ടോ എടുക്കാൻ നേരത്ത് കണ്ണടയ്ക്കുന്നത് എന്ത് ശാപമാണല്ലേ, കണ്ടോ തോൽവി. അടുത്തത് ഈ സംഭവം ഒന്നും അറിയാവോ ഗൈസ്? ഇത് കണ്ടാൽ നിങ്ങൾ ചിരിക്കത്തില്ല, എന്നാലും തുണി ഇനങ്ങളില്ലേ, അമ്മ തയ്യക്കാരിയാണ്. അമ്മ തയ്യക്കാരി ആയതുകൊണ്ടില്ലേ ഈ സാരികളൊക്കെ ഈ ആൻറ്റിമാരും അമ്മൂമാരും ഒക്കെ ഇങ്ങനെ സാരികൾ തരത്തില്ലേ തയ്ക്കാനായിട്ട്, അപ്പം അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയതാണ്. കണ്ടോ ജീസസിനൂടെ നോക്കുക. പാർവതി അല്ലല്ലോ, എൻ്റെ പേര് എനിക്കറിയത്തില്ല, സോറി. ഗണപതി മിക്സ്ഡാണ്. അടുത്ത് നമുക്ക് സർട്ടിഫിക്കറ്റിലോട്ട് പോവാം. ഇത് കേരള സ്കൂൾ കലോത്സവം ഹരിപ്പാട് ഉപജില്ല 2016-2017 എൻ്റെ സംഘഗാനത്തിന് എനിക്ക് A ഗ്രേഡ് കിട്ടി. അത് എൻ്റെ BBLPS അങ്ങനെയുള്ളങ്ങര സ്കൂളിൽ വെച്ചായിരുന്നു. അത് 3ാം ക്ലാസ്സിൽ വെച്ച്. അടുത്ത സർട്ടിഫിക്കറ്റാണ്. എനിക്ക് കൂടുതൽ സർട്ടിഫിക്കറ്റ് കളക്ഷനാണ്, എന്തോ പറയാൻ എനിക്കായി പോയില്ലേ. ഇതും ശാസ്ത്രീയ സംഗീതം A ഗ്രേഡ്, അതും 3ാം ക്ലാസ് വെച്ച് ആ കലോത്സവം തന്നെ. ഇത് ദീപിക ചിൽഡ്രൻസ് ലീഗ് DCL സോണൽ ടാലൻറ്റ് ഫെസ്റ്റ് ഗുണശങ്കർ. സെക്കൻഡ് പ്രൈസ് കാർത്തികപ്പള്ളി. ഫസ്റ്റ് മേടിച്ചാൽ പറ്റത്തില്ല. ഇത് സർട്ടിഫിക്കറ്റ്. ഇനിയുള്ള അങ്ങോട്ടെല്ലാം സർട്ടിഫിക്കറ്റാണ്. ഇത് ലൈറ്റ് മ്യൂസിക് ഫസ്റ്റ്, അതും അതിന് സെൻട്രൽ സ്കൂൾ അങ്ങനെ വെച്ചായിരുന്നു. ഇത് DCL പ്രൊവിൻസ് ലെവൽ ലൈറ്റ് മ്യൂസിക് LP ബോയ്സ് ഫസ്റ്റ്. അത് അടുത്തത് പ്രൊവിൻസ് ലെവൽ ടാലൻറ്റ് ഫെസ്റ്റ് DCL ആന്തം 3rd ജനറൽ LP സെൻറ് മേരീസ് LPS കായംകുളം. ഇത് DCL സ്കോളർഷിപ്പ്. അത് എനിക്ക് 3ാം ക്ലാസ്സിൽ വെച്ച് A ഗ്രേഡ്. എന്തിനാണെന്നറിയത്തില്ല. IQ സ്കോളർഷിപ്പിന് A ഗ്രേഡ് ഉണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ UKG വെച്ച് ഫസ്റ്റ് മ്യൂസിക്കൽ ചെയറിന് ഫസ്റ്റ്. അടുത്തത് ഇപ്പം ഞാൻ പഠിക്കുന്ന 6ാം ക്ലാസ്സിലുണ്ട്. ഇത് എൻ്റെ AK എന്ന് പറയുന്ന അമ്മാളക്കുഞ്ഞ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG വെച്ച് ഫസ്റ്റ്. ടംബ്ലർ റേസ് ഫസ്റ്റായിരുന്നു. PCM. അടുത്തത് ഇത് ആനുവൽ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ സെക്ഷൻ A. അതെനിക്കറിയത്തില്ല, ഫസ്റ്റാണോ ടിക്കിട്ടേക്കുന്നത് എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റിൽ ഇട്ട് തരണം കേട്ടോ. അടുത്തത് PCM സ്കോളർഷിപ്പ് എക്സാമിനേഷൻ. കമൻറ്റിലിട്ട് തരാൻ പറഞ്ഞതാണ് കേട്ടോ. എന്തുവാ കാണാൻ പറ്റത്തില്ല, സ്പെല്ലിങ് പറഞ്ഞുതരാം. CONSOLATION. അതാണ്. അടുത്തത് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ്. കേരള നൈറ്റ് സ്കൂൾസ് അസോസിയേഷൻ ഫോക്ക് സോങ്ങിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതും PCM ആണ്. ഇത് ദീപിക ചിൽഡ്രൻസ് ലീഗ് DCL. ഇത് നാഷണൽ സ്കോളർഷിപ്പ് NSS. അടുത്തത് ഫസ്റ്റ് പ്രൊമോഷൻ കിട്ടാൻ റേസിന് ഫസ്റ്റ്. അത് കഴിഞ്ഞ് 100 മീറ്റർ റേസിന് സെക്കൻഡ്. കലോത്സവം മാപ്പിളപ്പാട്ട് A ഗ്രേഡ് ഫസ്റ്റ് BBLP വെച്ച്. ഇതും കലോത്സവമാണ്. ശാസ്ത്രീയ സംഗീതം. ഇത് DCL ആന്തത്തിന് സെക്കൻഡ് പ്രൈസ്. ഇതും DCL ലൈറ്റ് മ്യൂസിക് സെക്കൻഡ് LP ബോയ്സ്. ഇത് കലോത്സവം LP ജനറൽ സംഘഗാനം A ഗ്രേഡ്. അത് 4ാം ക്ലാസ് വെച്ചായിരുന്നു. സർട്ടിഫിക്കറ്റ്. ഇതും BBLPS ഫസ്റ്റ്. ദേശഭക്തി ഗാനത്തിന് ഫസ്റ്റ്. ഇത് സെൻറ് തോമസ്, ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ സെൻറ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. ഇവിടെ ഒരെണ്ണമുണ്ട് സർട്ടിഫിക്കറ്റ്. BBLPS നങ്ങേറണങ്ങര ഹരിപ്പാട്.
ഫസ്റ്റ് ദേശത്തിലാണ്. സെന്റ് തോമസ് ഇപ്പം 6B മാപ്പിളപ്പാട്ട് ഫസ്റ്റ് പ്രൈസ് എനിക്ക് കലോത്സവത്തിനായപ്പോൾ. ഇത് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് 6B. ഇത് പത്മരാജൻ അനുസ്മരണ കമ്മിറ്റിന്ന് എനിക്ക് കിട്ടിയതാണ്. കണ്ടോ, പ്ലാന് കണ്ടോ? സെക്കൻഡറി സ്കൂളിൽ നിന്ന് മാപ്പിളപ്പാടിന് ഫസ്റ്റ് എ ഗ്രേഡിന്. ഇതും പത്മരാജൻ അനുസ്മരണം കിട്ടിയതാണ്, പങ്കെടുത്തതിന് കിട്ടിയതാണ്. അടുത്തത് കേരള സ്കൂൾ കലോത്സവം ആലപ്പുഴ റവന്യൂ ജില്ലാ. കണ്ടോ, മാപ്പിളപ്പാട്ട് എ ഗ്രേഡ്. ഇതും അത് തന്നെ കലോത്സവം മാപ്പിളപ്പാട്ട് 6ാം ക്ലാസ് എ ഗ്രേഡ്. ഈ വർഷം നടന്നതാണ് അതില്ല. ഇത് 6B മാസ്റ്റർ പ്രണവ് ശങ്കർ ഫസ്റ്റ് ക്ലാസിക്കൽ മ്യൂസിക് സ്കൂളില് അതിൻ്റെ. അടുത്തത് ഇത് എന്നെ തന്നെ ഞാൻ വരച്ചാണ്. കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക. കൊള്ളാമെങ്കിൽ കമൻറ്റ് ഇട്ടാലും മതി. അടുത്തത് ഇതിന് DCL. ഇതെനിക്ക് 4ാം ക്ലാസ് കിട്ടിയതാണ്, ഗ്രേഡ് B+. ഇതെൻ്റെ എത്രാം ക്ലാസ്സിലെ പേപ്പറാണ്? 5ാം ക്ലാസ്സിലെ പേപ്പറാണ് ഇത്. ഉണ്ട് 25 A ഗ്രേഡ്. കണ്ടോ, ഹിന്ദിക്ക്. ഇതൊക്കെ ഓർക്കുമ്പോൾ എന്നെയാണ് സ്കെച്ച് കൊണ്ടുപോകുന്നില്ലായിരുന്നു. ഞാൻ സ്കെച്ച് കൊണ്ടുവന്നില്ല. ഏതോ ഒരുത്തിന് ക്ലാസ്സിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് എന്നോട് ചോദിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അടിച്ചത്. ഇത്രേ ഉള്ളൂ എൻ്റെ ഫയൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ എൻ്റെ ഫയൽ എന്ന് പറഞ്ഞാൽ. ഇനിയും കിടക്കുന്നു കളക്ഷൻസ്, പക്ഷെ അത് ഞാൻ വേറൊരു വീഡിയോയിലിടാം. അപ്പം വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. ഇത്ര ഉള്ളായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ്, ഫോട്ടോസ്, കളക്ഷനൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പാട്ട് പാടിയും ഓടിയും ചാടിയും എല്ലാം സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എടുത്തോ. അപ്പോൾ എൻ്റെ ഫൈൽസ് വീഡിയോ കണ്ടല്ലോ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഫൈൽസിൻ്റെ കളക്ഷൻ. ഉണ്ട് വീഡിയോ ഏതായിരുന്നു കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വീഡിയോ ഇട്ടുകൊണ്ടേ എനിക്ക് ഇപ്പോൾ കണ്ടല്ലോ എൻ്റെ ഫൈൽസ് കളക്ഷൻ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രേ ഉള്ളൂ വീഡിയോ. ഇനി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ഈ വീഡിയോ ചെയ്യണം